അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വബഅദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സഹോദരന്മാരെ, വിശ്വാസികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ച് ജീവിക്കാൻ നമ്മളെല്ലാവരും ഒരേപോലെ ബാധ്യസ്ഥരാണ് എന്ന് ആമുഖമായി ഉണർത്തുകയാണ്. മുഅ്മിനായി, മുസ്ലിമായി, മുത്തഖിയായി ജീവിച്ച് മരണപ്പെടാൻ നമുക്കെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ റമദാനിലെ നോമ്പെടുത്ത് ഈ സമയത്ത് അള്ളാഹുവിൻ്റെ ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാനും കേൾക്കാനും ഇരിക്കുന്ന ഈ ഇരുത്തം അള്ളാഹു നൽകാമെന്നേറ്റ എല്ലാ ഫضലുകളും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. സുന്നത്ത് എന്ന വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനാണ് ഉണർത്തിയിട്ടുള്ളത്. നമ്മൾ സാധാരണ ഇങ്ങനെ പറഞ്ഞ് നമുക്കൊക്കെ അറിയാവുന്നൊരു വാക്കാണ് സുന്നത്ത് എന്നുള്ളത്, ആണല്ലോ അല്ലേ? എന്താണ് സുന്നത്ത് എന്ന് പറഞ്ഞാൽ? സുന്നത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും, എടുത്താൽ കൂലിയുള്ളതും ഉപേക്ഷിച്ചാൽ ശിക്ഷയില്ലാത്തതുമായ കാര്യങ്ങൾ. ഇതിന് നമ്മൾ സുന്നത്ത് എന്ന് പറയാറുണ്ട്, അല്ലേ? ഉണ്ടല്ലോ. അപ്പോൾ സുന്നത്ത് നമസ്കാരങ്ങൾ, സുന്നത്ത് നോമ്പുകൾ, ഇതുപോലുള്ള കാര്യങ്ങൾ. എന്നാൽ ഇവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം അതല്ല. സുന്നത്ത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സുന്നത്തുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിചര്യ എന്ന അർത്ഥത്തിലുള്ള സുന്ന. സുന്നത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭാഷാപരമായ അർത്ഥം, ഭാഷയിൽ അറബിയിൽ സുന്ന എന്ന് പറഞ്ഞാൽ ചര്യ, ഒരു കാര്യം നിരന്തരം ഒരാൾ അല്ലെങ്കിൽ കുറച്ച് ആളുകൾ തുടർച്ചയായി ചെയ്യുന്നതിന്, അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിന് സുന്നത്ത് എന്ന് പറയും. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുൻകഴിഞ്ഞ സമുദായങ്ങളെ, അവരെ അള്ളാഹു ശിക്ഷിച്ച കാര്യങ്ങൾ വിശദീകരിക്കുന്നിടത്ത് കാണാം, ഫഹൽ യൻദുറൂന ഇല്ലാ സുന്നത്തൽ അവ്വലീൻ. മുൻഗാമികളിൽ അള്ളാഹു സ്വീകരിച്ചൊരു നടപടിക്രമം, ആ ഒരു രീതി, അതെന്താണ് എന്ന് നിങ്ങളൊന്ന് നോക്ക്. അവിടെ അള്ളാഹു പ്രയോഗിച്ച വാക്ക് സുന്ന എന്നതാണ്. ഇനി മതപരമായി സുന്നത്തുർ റസൂൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, പണ്ഡിതന്മാർ വിശുദ്ധ ഖുർആനിൻ്റെ ഹദീസുകളുടെ വെളിച്ചത്തിൽ 2-3 രൂപത്തിൽ അതിന് വിശദീകരണം നൽകിയിട്ടുണ്ട്. ഒന്നിന് വൈരുദ്ധ്യമല്ല, വൈവിധ്യങ്ങളാണ്. സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഈ വിശദീകരണങ്ങളൊക്കെ ഉൾക്കൊള്ളും എന്നർത്ഥം. ഒന്ന്, സാധാരണ നമ്മൾ പറയാറുള്ള മാ സ്വദറ അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഖൗലിൻ ഔ ഫിഅലിൻ ഔ തഖരീർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതപരമായി ഒരു കാര്യം പറയാ, ഇന്നത് ചെയ്യണം ചെയ്യണ്ട എന്നുള്ളത് സുന്നത്താണ്. അല്ലെങ്കിൽ പ്രവാചകൻ ചെയ്തു കാണിച്ചു തരിക. അതുമല്ലെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച കാലഘട്ടത്തിൽ പ്രവാചകന്റെ കൂടെ ഉണ്ടായിരുന്ന സ്വഹാബികൾ, അവർ ഒരു കാര്യം ചെയ്യുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കാണുന്നു, അതിനൊരു അംഗീകാരം കൊടുക്കുന്നു. അങ്ങനെയുള്ള കാര്യവും സുന്നത്താണ്. പ്രവാചകൻ ചെയ്തത്, പ്രവാചകൻ പറഞ്ഞത്, പ്രവാചകൻ അംഗീകാരം നൽകിയ കാര്യങ്ങൾ, ഇതിന് സുന്നത്ത് എന്ന് പറയും. അഹ്ലുസുന്നയുടെ ഒരു മഹാപണ്ഡിതനാണ് ഇമാം ബർബഹാരി റഹിമഹുല്ല. അദ്ദേഹത്തിൻ്റെ ശറഹ് സുന്ന എന്ന് പറയുന്ന വ്യാഖ്യാതമായ പ്രസിദ്ധമായ അഖീദ വിശദീകരിക്കുന്ന ഗ്രന്ഥം, അത് തുടങ്ങുന്നത് തന്നെ യഅലമു അന്നൽ ഇസ്ലാമ ഹുവ സുന്ന വസുന്നത്തു ഹിയൽ ഇസ്ലാം വലാ യഖൂമു അഹദുഹുമാ ഇല്ലാ ബിൽ ആഖർ. ഇതാണ് യഥാർത്ഥത്തിൽ സുന്നത്ത് എന്ന് പറഞ്ഞതിന് ഏറ്റവും ചേരുന്ന ഒരു വിശദീകരണം. യഅലമു, നിങ്ങൾ അറിയണം, അന്നൽ ഇസ്ലാമ ഹുവ സുന്ന, ഇസ്ലാം അതെന്താണോ അതാണ് സുന്നത്ത്. എന്നിട്ട് ഒന്നുകൂടി അദ്ദേഹം പറഞ്ഞു, വസുന്നത്തു ഹിയൽ ഇസ്ലാം, സുന്നത്ത് എന്ന് പറഞ്ഞാൽ അതാണ് ഇസ്ലാം. ഇസ്ലാം എന്താണോ അതാണ് സുന്നത്ത്,
സുന്നത്ത് എന്താണോ അതാണ് ഇസ്ലാം. ഒരാൾ മുസ്ലിമായി ജീവിക്കണമെങ്കിൽ പരിപൂർണമായി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെ പിന്തുടരേണ്ടതുണ്ട്. നമ്മൾ സാധാരണഗതിയിൽ പറയാറുണ്ട്, നമ്മളൊക്കെ സാക്ഷ്യവാക്യമായി ഉച്ചരിക്കാറുള്ളത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ബാക്കി വഅഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അല്ലാഹു അല്ലാതെ ഹക്കായ നിലക്ക് ഇബാദത്ത് അർപ്പിക്കാൻ ആരാധനക്കർഹനായി മറ്റൊരാളുമില്ല എന്നതിന് അഷ്ഹദു, ഞാനതിന് സാക്ഷിയാണെന്നാണ്. വഅഷ്ഹദു, ഞാൻ സാക്ഷിയാണ്, അന്ന മുഹമ്മദൻ, തീർച്ചയായും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹ്, അള്ളാഹുവിൻ്റെ റസൂലാണ് എന്നതിന് ഞാൻ സാക്ഷിയാണ്. നമ്മുടെ ജീവിതം അതിന് സാക്ഷിയാണ്, നമ്മുടെ സംസാരം അതിന് സാക്ഷിയാണ്, നമ്മുടെ ഇടപഴകലുകൾ അതിന് സാക്ഷിയാണ്. അപ്പോഴാണ് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ വിശ്വസിച്ചു, യഥാർത്ഥ രൂപത്തിൽ ഉൾക്കൊണ്ടു എന്ന് പറയാൻ പറ്റൂ. അതാണ് ഇമാം ബർബഹാരി റഹ്മഹുല്ലാഹ് പറയുന്നത്, അങ്ങനെ ഒരാൾ ഉൾക്കൊണ്ടാൽ അതാണ് ഇസ്ലാം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ സുന്നത്താണ്, സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഇസ്ലാമാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വല യഖൂമു അഹദുഹുമാ ഇല്ലാ ബില്ലാഹർ, ഒന്നില്ലാതെ മറ്റൊന്നുണ്ടാവില്ല. ഒരാൾ പറയാം സുന്നത്തൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അയാൾക്ക് മുസ്ലിമായി ജീവിക്കാൻ പറ്റില്ല. ഒരാൾ ഇസ്ലാം ഉൾക്കൊള്ളാതെ ഒരാൾക്ക് സുന്നത്തനുസരിച്ച് ജീവിക്കാനും കഴിയില്ല. ഇമാമുസുന്ന, സുന്നത്തിൻ്റെ ഇമാം എന്നറിയപ്പെടുന്ന അഹ്മദ് ബിൻ ഹംബൽ റഹ്മഹുല്ലാഹ്, അദ്ദേഹം ഈ വിഷയത്തിൽ പറയുന്ന കാര്യം ഒന്നുകൂടി വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് അസുന്നത്തു ഉസൂലു സുന്ന, സുന്നത്തിൻ്റെ ആധാരം എന്തിനാ നമ്മുടെ അരികിൽ, അഹ്ലുസുന്നയുടെ അരികിൽ അത്തമസ്സകു ബിമാ കാന അലൈഹി അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിൻ്റെ അടിസ്ഥാനത്തിൽ കാണിച്ചു തന്ന ജീവിതം, അതെങ്ങനെയാണോ സ്വഹാബികൾ ജീവിതത്തിൽ കൊണ്ടു നടന്നത്, അതാണ് സുന്നത്ത്. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ഖുർആനിൽ ഒരു ആയത്ത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനം, അത് സ്വഹാബികൾ എങ്ങനെയാണ് മനസ്സിലാക്കിയത്, അവരെങ്ങനെയാണ് അതിനെ മുറുകെ പിടിച്ചത്, അവരെങ്ങനെയാണ് അമലാക്കിയത്, അതാണ് സുന്നത്ത്. വിശുദ്ധ ഖുർആൻ ഒരു ആയത്ത് ഓതിയിട്ട് ആളുകൾ അർത്ഥം പറയാണ്. ആ അർത്ഥം കേൾക്കുന്ന ഉടനെ നമുക്ക് ചോദിക്കാം, ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏത് സ്വഹാബി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സഹാബി നിങ്ങൾ പറഞ്ഞ രൂപത്തിൽ ഈ ആയത്തിന് അർത്ഥം വെച്ചിട്ടുണ്ടോ? നമ്മൾ സാധാരണ മുഫസ്സിറുകൾ എന്ന് പറയാറുണ്ട്, ഖുർആൻ്റെ തഫ്സീർ എന്ന് പറയാറുണ്ട്. അതെന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്തുകൾക്ക് നൽകിയ വിശദീകരണം ക്രോഡീകരിച്ചതാണ് തഫ്സീറുകൾ. മൊത്തത്തിൽ സുന്നത്ത് എന്ന് സാധാരണ നമ്മൾ പറയുന്ന കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന പരിപൂർണമായ ഇസ്ലാം, അത് സ്വഹാബികൾ എങ്ങനെയാണോ ഇവിടെ ജീവിതത്തിൽ പ്രകടമാക്കിയത്, ജീവിതത്തിൽ കൊണ്ടുവന്നത്, അതാണ് സുന്നത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരുക എന്നുള്ളതൊരു മുസ്ലിമിൻ്റെ നിർബന്ധ ബാധ്യതയാണ്. വിശുദ്ധ ഖുർആൻ അത് ആവർത്തിച്ച് പറയുന്നുണ്ട്. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. സൂറത്ത് ആൽ ഇംറാനിലെ 31-ാമത്തെ വചനത്തിൽ കാണാം, നബിയെ താങ്കൾ പറഞ്ഞു കൊടുക്ക്, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നെങ്കിൽ, ഓരോ മനുഷ്യരും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടേണ്ടത് അള്ളാഹുവിനെയാണ്, അങ്ങനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിന്തുടരണം എന്ന് പറഞ്ഞു കൊടുക്കൂ നബിയെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരണം. എങ്കിൽ യുഹിബ്ബുകുമുല്ലാഹ്, അള്ളാഹു നിങ്ങളെ സ്നേഹിക്കും. അള്ളാഹുവിൻ്റെ സ്നേഹം കിട്ടാനുള്ള മാനദണ്ഡമാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ അനുധാവനം ചെയ്യുക എന്നുള്ളത്. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ മതപരമായി പഠിപ്പിച്ചത്, അതേ മതമായിട്ട് നമ്മൾ ഉൾക്കൊള്ളാൻ പാടുള്ളൂ. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു. വിശുദ്ധ ഖുർആൻ സൂറത്ത് ഹശ്റിലെ 7-ാമത്തെ വചനമാണ്, 59-ാമത്തെ അധ്യായം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ നിങ്ങൾക്ക് കൊണ്ടുവന്നത്, അത് നിങ്ങൾ സ്വീകരിക്കണം. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് എന്താണോ വിരോധിച്ചത്, അതിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുകയും ചെയ്യണം. ജീവിതത്തിൻ്റെ ഏത് ഭാഗവും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകത, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അയാൾ ഫോളോ ചെയ്യേണ്ട, അയാൾ പ്രായോഗികവൽക്കരിക്കേണ്ട ഏതൊരു ഭാഗമാവട്ടെ, അതൊരു ഉപ്പയാകാം, ഒരു ഭർത്താവാകാം, ഒരു മകനാവാം,
സമൂഹത്തിൻ്റെ നേതാവാകാം, ഒരു കർഷകനാകാം, അല്ലെങ്കിൽ ഒരു കച്ചവടക്ക, ഏതാവട്ടെ, അവിടെയൊക്കെ ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിറ വദകറല്ലാഹ കസീറ. വിശുദ്ധ ഖുർആൻ സൂറത്ത് അഹ്സാബിൽ 21-ാമത്തെ വചനത്തിൽ പറയുന്നത്, തീർച്ചയായും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിങ്ങൾക്ക് കൃത്യമായ ഏറ്റവും നല്ല മാതൃകയുണ്ട്. ആർക്ക്? ആരാണോ അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കുന്നത്, പരലോകത്തെ ധാരാളമായി ഓർക്കുന്നത്, അങ്ങനെയുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ മാതൃകയുണ്ട്. ഏത് വിഷയത്തിലും ആ വിഷയത്തിൽ പ്രവാചകൻ എന്ത് ചെയ്തു എന്ന് പരിശോധിക്കുകയാണ് വേണ്ടത്. ഇനി ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഴി അല്ലെങ്കിൽ പ്രവാചകൻ ഈ വിഷയത്തിൽ ഇങ്ങനെയാണ് ചെയ്തത് എന്ന് ബോധ്യപ്പെട്ടിട്ട് അതിനെതിരെ പ്രവർത്തിക്കുന്നുവെങ്കിൽ അത് മഹാക്രമാണ്. എന്ന് മാത്രമല്ല, അയാൾ നരകത്തിലാണെന്ന് യാതൊരു സംശയവുമില്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. സൂറത്തുൻ നിസാഇന്റെ 115-ാമത്തെ വചനം കാണാം. വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ വനുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം വസാഅത്ത് മസീറ. വിശുദ്ധ ഖുർആനോട് പറയുന്നത്, വമൻ യുശാഖിഖിർ റസൂല, ആരാണോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എതിര് നിൽക്കുന്നത്, എതിര് പ്രവർത്തിക്കുന്നത്, മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതാണ് ചെയ്തത് എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം ഏതെങ്കിലും ഒരു വിഷയം എടുക്കുക. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ അള്ളാഹുവോടല്ലാതെ മറ്റൊരാളോട് ദുആ ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, പ്രവാചകനോട് പ്രഖ്യാപിക്കാൻ പറഞ്ഞു, ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. നബിയെ, താങ്കൾ പറയണം, താങ്കൾ പ്രഖ്യാപിക്കണം, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യൂ, മറ്റൊരാളോട് ഞാൻ ദുആ ചെയ്യുകയില്ല, പ്രാർത്ഥിക്കുകയില്ല. ഇതൊരാൾക്ക് ബോധ്യപ്പെട്ടു എന്ന് വിചാരിക്കുക. എങ്കിലും അയാളുടെ പ്രതിസന്ധികളുടെ പ്രയാസങ്ങളുടെ ഘട്ടത്തിൽ മറ്റാരൊക്കെയോ അയാളുടെ മനസ്സിൽ വരുന്നു, വേറെ ആരോടൊക്കെയോ അവർ അയാളുടെ സങ്കടം പറയുന്നു എങ്കിൽ അയാൾ പ്രവാചകന് എതിര് പ്രവർത്തിച്ച വ്യക്തിയാണ്. ഇനി അവിടെ നിന്നിങ്ങോട്ട് നമ്മൾ ചെറുതായി കാണുന്ന വിഷയങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യഅകുലന്ന അഹദകും ബിശിമാലിഹി വലാ യശ്റബന്ന ബിഹാ ഇന്ന ശൈത്വാന യഅകുലു ബിശിമാലിഹി വയശ്റബു ബിഹാ. നിങ്ങളിൽ ഒരാളും ഇടത് കൈ കൊണ്ട് തിന്നുകയോ കുടിക്കുകയോ ചെയ്യരുത്. കാരണം പിശാച് തിന്നുന്നതും കുടിക്കുന്നതും ഇടത് കൈ കൊണ്ടാണ്. ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനാണ്, ഒരു ഹദീസാണ്. അവിടെ പ്രയോഗിച്ച അറബി ഭാഷ അറിയുന്ന ആളുകൾക്കറിയാം ആ വാക്കുകളുടെ ആ ഒരു ശക്തി. ലാ യഅകുലന്ന, ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്, നിങ്ങൾ തിന്നരുത്. വയശ്റബന്ന, ഒരിക്കലും കുടിക്കരുത്, ശൈത്താനാണ് ചെയ്യുന്നത്. ഇതൊരു കൽപ്പനാക്രിയയാണ്. ഇതൊരാൾക്ക് ബോധ്യപ്പെട്ടു. എങ്കിലും അയാൾ വേറെ ചില കാര്യങ്ങൾക്ക് വേണ്ടി, അല്ലേ, വേറെ ആവശ്യങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ആളുകൾ എന്താ വിചാരിക്കാന്നൊക്കെ വിചാരിച്ചിട്ട് ഡിസ്പോസിബിൾ ഗ്ലാസ് ആണെങ്കിൽ വരെ ഇടത്തെ കൈ കൊണ്ട് വെള്ളം കുടിക്കും. നോമ്പ് തുറക്കുന്ന സമയത്ത് വരെ, ഇവിടുത്തെ 1-ാമത്തെ ദിവസത്തെ സമയത്ത് തന്നെ ആരോ സംസാരിച്ചു തോന്നുന്നു, അത് ശ്രദ്ധിക്കണം. പക്ഷെ ആളുകൾ അങ്ങനെ ഉണ്ടാവുക, അതുകൊണ്ട് ശ്രദ്ധിക്കണം. അത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മൾ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് അവിടുന്ന് തുടങ്ങണം, അല്ലേ. ലോകത്ത് ഭയങ്കര ആവേശത്തോടു കൂടി ഇസ്ലാമിനെ മരിക്കാൻ ആളുകളുണ്ട്, ഇസ്ലാമിന് വേണ്ടി മരിക്കാൻ. ഡോക്ടർ ബിലാൽ ഫിലിപ്സ് എന്ന് പറയുന്ന മദീന യൂണിവേഴ്സിറ്റിയിൽ പഠനം കഴിഞ്ഞ അമേരിക്കയിൽ ഒരു മഹാപണ്ഡിതനുണ്ട്, ഡോക്ടർ ബിലാൽ ഫിലിപ്സ്, കേരളത്തിലേക്ക് വന്ന് അദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട, ഇടത് കൈകൊണ്ട് വെള്ളം കുടിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യം. അപ്പൊ സമൂഹത്തിൽ മുസ്ലിം സമൂഹത്തെ ഇങ്ങനെ ഭയങ്കരമായിട്ട് പ്രയാസപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഈ ഇടത്തെ കൈ കൊണ്ട് വെള്ളം കുടിക്കണോ, വലത്തെ കൈ കൊണ്ട് വെള്ളം കുടിക്കണോ, കൈ നെഞ്ചിൽ കെട്ടണോ, അങ്ങനെയൊക്കെ പറയുന്ന കുറെ മനുഷ്യരുണ്ട്. ഇതാണ് ചോദ്യം. അപ്പൊ അദ്ദേഹം തിരിച്ചു ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഇസ്ലാമിന് വേണ്ടി മരിക്കാൻ തയ്യാറാണ്, ഇസ്ലാമിന് വേണ്ടി മരിക്കാൻ തയ്യാറാണ്. എന്നാൽ മറ്റൊരു മനുഷ്യന്റെ, തൻ്റെ കൂടെയുള്ള മുസ്ലിമായ മനുഷ്യരുടെ മുമ്പിൽ ഇടത്തെ കൈ കൊണ്ട് വെള്ളം കുടിക്കാൻ പാടില്ല, വലത് കൈ കൊണ്ട് കുടിക്കുക എന്നുള്ളത് എൻ്റെ ദീനാണ്, അത് നിങ്ങൾക്ക് സാധിക്കുന്നില്ല. ഒരു ഡിസ്പോസിബിൾ ഗ്ലാസ് ആയ അല്ലെങ്കിൽ താൻ കുടിക്കുന്നൊരു വെള്ളം ഉറച്ച തീരുമാനമായി ഇത് പ്രവാചകന്റെ ചര്യയാണെന്ന് വിചാരിച്ച് വലത് കൈ കൊണ്ട് കുടിക്കാൻ പറ്റാത്തൊരു മനുഷ്യൻ പിന്നെ എങ്ങനെയാണ് തൻ്റെ ശരീരം മുഴുവൻ അള്ളാന്റെ മാർഗത്തിൽ ജിഹാദിന് കൊടുക്കുക എന്ന് അദ്ദേഹം തിരിച്ചു വയ്ക്കണം. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കണം. ഏതായിരുന്നാലും സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു കാര്യം, പ്രവാചകൻ പറഞ്ഞൊരു വിഷയം, ഞാനൊരു ഉദാഹരണം പറഞ്ഞു മാത്രം, നമുക്ക് ബോധ്യപ്പെട്ടിട്ട് അതിനെതിരെ പ്രവർത്തിക്കുന്നുവെങ്കിൽ ഖുർആൻ സൂറത്ത് നിസാഇന്റെ 115 പറയുന്നത്, വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ. അതാണ് ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാഹ് പറഞ്ഞത്. ഈ ആയത്തെ തെളിവ്, സ്വഹാബത്തിൻ്റെതല്ലാത്തൊരു മാർഗം പിന്തുടരുകയും ചെയ്തു,
എങ്കിൽ നുവല്ലിഹി മാ തവല്ല, അവൻ എങ്ങോട്ടാണോ തിരിഞ്ഞു പോകുന്നത് അങ്ങോട്ട് തിരിച്ചുവിടും. വസാഅത്ത് മസീർ വനുസ്ലിഹി ജഹന്നം, അവനെ നരകത്തിലിട്ട് കരിക്കുകയും ചെയ്യും. വസാഅത്ത് മസീറ, അതെത്ര മോശപ്പെട്ട സ്ഥലമാണ് എന്നാണ് ഖുർആൻ അവിടെ സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ റഇബ അൻ സുന്നത്തി ഫലൈസ മിന്നി, ആരാണ് സുന്നത്തിനെ വെറുക്കുന്നവൻ അവൻ എൻ്റെ കൂട്ടത്തിൽപ്പെട്ടവനല്ല, നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ല. ഇത് പറയുന്നപ്പോഴറിയോ, ഇത് വിവാഹവുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറയുന്നിടത്താണ് പറയുന്നത്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ പ്രവാചകന്റെ ജീവിതത്തെക്കുറിച്ച്, ആരാധനയെക്കുറിച്ച് അറിയാൻ 3 ആളുകൾ വന്നു. അവർ വന്നിങ്ങനെ ചോദിച്ചറിഞ്ഞു. പ്രവാചകൻ അവിടെ അല്ല, വീട്ടുകാർ പറഞ്ഞു കൊടുത്തു പ്രവാചകൻ ഇങ്ങനെയൊക്കെയാണ്. ഇത് കേട്ട ഉടനെ അവർ പറഞ്ഞു, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാപങ്ങളൊക്കെ പുറത്ത എല്ലാ അർത്ഥത്തിലും അള്ളാഹു സ്വീകരിച്ചിട്ടുള്ളൊരു മഹാപ്രവാചകനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകന്റെ ജീവിതത്തിൽ ഇത്രയൊക്കെ ഇബാദത്തുകളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരാൾ പറഞ്ഞു, ഇന്ന് മുതൽ ഞാൻ ഇനി രാത്രി ഉറങ്ങില്ല, എല്ലാ ദിവസവും രാത്രി ഇനി നിസ്കരിക്കുകയാണ്, ഉറങ്ങുന്നില്ല. രണ്ടാമത്തെ ആൾ പറഞ്ഞു, ഇന്ന് മുതൽ ഒരു ദിവസവും ഞാൻ നോമ്പ് ഉപേക്ഷിക്കുകയില്ല, എല്ലാ ദിവസവും ഞാൻ നോമ്പ് എടുക്കുകയാണ്. നമ്മൾ പ്രവാചകൻ ഇത്ര ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ ചെയ്യേണ്ടതാണ്. മൂന്നാമത്തെ മനുഷ്യൻ പറഞ്ഞു, ഞാൻ വിവാഹം കഴിക്കണ്ടെന്ന് തീരുമാനിക്കുകയാണ്. വിവാഹം കഴിച്ച് മക്കളായി കുടുംബക്കായി ഇബാദത്തുകൾക്ക് അത് തടസ്സമാകും, അതുകൊണ്ട് വിവാഹം പോലും കഴിക്കാതെ ഇബാദത്ത് ചെയ്യാൻ ഞാൻ റെഡിയാണ്, അതിനുവേണ്ടി ഞാൻ തീരുമാനം എടുക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ വീട്ടുകാർ ഇത് പറഞ്ഞു കൊടുത്തു. ആയിഷ റളിയല്ലാഹു അൻഹ ഈ സംഭവം പറഞ്ഞു, അവരെ വിളിക്കാൻ പറഞ്ഞു, അവരെ തിരിച്ചു വിളിച്ചു. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളെക്കാൾ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളാണ്, നിങ്ങളെക്കാൾ കൂടുതൽ ബാധ്യത എനിക്കാണ് അള്ളാഹുവോടുള്ളത്. എന്നാൽ ഞാൻ രാത്രി ഉറങ്ങാറുണ്ട്, നിസ്കരിക്കാറുണ്ട്, ഞാൻ വിവാഹങ്ങൾ കഴിച്ചിട്ടുണ്ട്, ഇബാദത്ത് ചെയ്യുന്നുണ്ട്, ഞാൻ നോമ്പെടുക്കാറുണ്ട്, അത് ഉപേക്ഷിക്കാറുണ്ട്. എന്നിട്ട് പറഞ്ഞു, വമൻ റഇബ അൻ സുന്നത്തി ഫലൈസ മിന്നി, എൻ്റെ സുന്നത്തിനെ ആരെങ്കിലും വെറുത്താൽ, അതിനപ്പുറത്തേക്ക് പോയാൽ അവൻ എൻ്റെ കൂട്ടത്തിൽപ്പെട്ടവനല്ല. ഇവിടെ നമുക്ക് കുറേ ഗുണപാഠങ്ങളുണ്ട് ഈ വിഷയത്തിൽ. ഇവിടെ നമ്മുടെ വിഷയം സുന്നത്തിന് ഒരാൾക്ക് അതിൻ്റെ അപ്പുറത്തേക്ക് പോയാൽ, അല്ലെങ്കിൽ അത് വേണ്ട എന്ന് വിചാരിച്ചാൽ അവൻ എൻ്റെ കൂട്ടത്തിൽപ്പെട്ടവനല്ല. അപ്പോൾ വിവാഹമൊന്നും വേണ്ട എന്ന് പറയുന്ന ആളുകളോട് ഈ ഹദീസ് നമുക്ക് പറഞ്ഞു കൊടുക്കുക. ആ വിഷയത്തിൽ തന്നെ അത് വന്നിട്ടുണ്ട്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാനതൊന്നും ചെയ്യുന്നില്ല, ഒരാൾക്ക് കാരണങ്ങളില്ലാതെ പറയാൻ പറ്റില്ല. ഇനി ഒരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുക എന്നതാണ് സുന്നത്ത്. പ്രവാചകനെ അനുസരിക്കുക, പ്രവാചകനെ അനുധാവനം ചെയ്യുക. അങ്ങനെ ഒരാൾ ചെയ്താൽ അയാൾ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ അനുസരിക്കാൻ. വിശുദ്ധ ഖുർആനിൽ കാണാം, മൻ യുതിഇർ റസൂല ഫഖദ് അതാ അല്ലാഹ്, ആരല്ലാഹുവിന്റെ റസൂലിനെ അനുസരിക്കുന്നുവോ അതനുസരിക്കുന്നത് അള്ളാഹുവിനെയാണ്. ഇമാം ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് പറഞ്ഞു, യുഖ്ബിറു തആല അൻ അബ്ദിഹി വറസൂലിഹി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഅന്നഹു മൻ അതാഅഹു ഫഖദ് അതാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്, ആരാണോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുന്നത് ആ ആൾ അള്ളാഹുവിനെ അനുസരിച്ചു എന്നാണ്. വമൻ അസാഹു ഫഖദ് അസല്ലാഹ്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എതിര് പ്രവർത്തിച്ചാൽ അള്ളാഹുവിനാണ് എതിര് പ്രവർത്തിക്കുന്നത്. വമാ ദാക ഇല്ലാ ലിഅന്നഹു വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യും യൂഹാ. കാരണം എന്താ അറിയോ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതത്തിന്റെ ഒരു കാര്യം സ്വന്തം ഇഷ്ടപ്രകാരം പറയില്ല. സൂറത്ത് നജ്മിലെ 3-4 ആയത്തുകളാണ്, 53-ാമത്തെ അധ്യായമാണ്. വമാ യൻതിഖു അനിൽ ഹവാ, ഒരു കാര്യവും സ്വന്തം ഇഷ്ടപ്രകാരം പ്രവാചകൻ പറയുന്നില്ല. ഇൻ ഹുവ ഇല്ലാ വഹ്യും യൂഹാ, അത് ആകാശത്തിനപ്പുറത്ത് നിന്ന് വഹ്യായി വന്ന കാര്യങ്ങളല്ലാതെ പ്രവാചകൻ ഒന്നും പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ആ പ്രവാചകൻ മതപരമായി പറഞ്ഞിട്ടുള്ള വിഷയങ്ങൾ എന്തൊക്കെയാണോ അത് സ്വീകരിക്കാനും, പ്രവാചകൻ മാറി നിൽക്കാൻ പറഞ്ഞത് മാറി നിൽക്കാനും നമ്മൾ ബാധ്യസ്ഥരാണ് എന്നർത്ഥം. ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാഹ് പറയുന്നത് കാണാം, മൻ റദ്ദ ഹദീസൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാൾ പ്രവാചകന്റെ ഒരു ഹദീസിനെ തള്ളിക്കളഞ്ഞു എന്ന് വിചാരിക്കുക, ഫഹുവ അലാ ശഫാ ഹലഖത്തിൻ, അയാൾ ഏറ്റവും വലിയ നാശത്തിലേക്ക് എത്തിച്ചേർന്നു എന്ന് ഉറപ്പിക്കട്ടെ. അല്ലേ, പ്രവാചക തിരുമേനി ഇവിടെ നമ്മളിങ്ങനെ സംസാരം തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഈ വീഡിയോ ക്ലാസ്സിൽ അർഷദ് അൽ ഹിക്കമിയുടെ പ്രവാചക ചരിത്രത്തിൽ അദ്ദേഹം പറഞ്ഞു വെച്ചൊരു കാര്യം എന്താ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. എന്ന് പറഞ്ഞാൽ ഒരാൾ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചു, അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ എന്താ അവിടെ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന മുഴുവൻ കാര്യങ്ങളും സത്യമാണ് എന്ന് വിശ്വസിക്കുക. അതിപ്പോൾ എങ്ങനെ ശരിയാവോ?
അതൊരിക്കലും ശരിയല്ല കേട്ടോ എന്നൊരാൾക്ക് തോന്നിയാൽ അയാൾ മുഹമ്മദ് നബിയിൽ വിശ്വസിച്ചിട്ടില്ല. ഒരുപക്ഷെ നമുക്കത് ബോധ്യപ്പെട്ടില്ല എന്ന് വരാം. അതിൻ്റെ യാഥാർത്ഥ്യം കണ്ടെത്താൻ ശ്രമിക്കുക എന്നതിനപ്പുറത്ത് അത് ശരിയല്ല, അത് ഈ കാലഘട്ടത്തിലൊന്നും പറയാൻ പറ്റില്ല എന്ന് പ്രവാചകന്റെ ഏതെങ്കിലും ഒരു വിഷയം സ്ഥിരപ്പെട്ടു വന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വന്ന ഒരു കാര്യം എതിർക്കാൻ പറ്റില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് സിദ്ദീഖ് എന്ന നാമകരണം കിട്ടിയതാണ് അദ്ദേഹം ഇവിടെ വിശദീകരിച്ചത്. എന്താണത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ അരികിൽ വന്നിട്ട് ഒരു ദിവസം മക്കയിലെ മുശ്രിക്കുകൾ പറയാൻ, നിങ്ങളുടെ കൂട്ടുകാരൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പണ്ടേ പറയുന്നുണ്ട് അദ്ദേഹത്തിന് എന്തല്ല സ്ഥിരതയില്ല, ഭ്രാന്താണ്. ഇപ്പം അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ അറിഞ്ഞോ? അബൂബക്കർ റളിയല്ലാഹു വളരെ ആവേശത്തോടു കൂടി ജിജ്ഞാസയോടുകൂടി അവർ ചോദിക്കാൻ, എന്താ പറയുന്നത്? ഇന്നലെ രാത്രി മക്കയിൽ നിന്ന് കാതങ്ങളോളം ദൂരമുള്ള ദീർഘ വഴിയാത്രയുള്ള ആ മസ്ജിദുൽ അഖ്സയിലേക്ക് ഹറമിൽ നിന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി. അവിടുന്ന് അങ്ങോട്ട് ആകാശത്തേക്ക് പോയി, തിരിച്ച് രാവിലെ ആയപ്പോൾ തന്നെ ഇവിടെ തന്നെ എത്തി എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്ത് അത്ഭുതമല്ലേ എന്ന രൂപത്തിലാണ് സംസാരിക്കുന്നത്. ഇത് കേട്ട ഉടനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മറുപടി പറയുന്നത്, വഇൻ ഖാല മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫഖദ് അസ്ദഖ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അത് എന്താക്കിയിട്ടുണ്ട്? അബൂബക്കർ അത് സത്യപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം ന്യായം പറയുന്നുണ്ട്. ഇതിലും വലിയ കാര്യം ഞങ്ങളോട് പറയുന്നുണ്ട്. ആകാശത്തിനപ്പുറത്തുനിന്ന് ജിബ്രീൽ മലക്ക് അലൈഹിസ്സലാത്തു വസ്സലാം എൻ്റെ അരികിൽ വരുന്നു, എന്നോട് ഇന്ന കാര്യങ്ങൾ പറയുന്നു, മരണത്തിനപ്പുറത്ത് ഇന്ന കാര്യങ്ങൾ നടക്കുന്നു. ഇതൊക്കെ പ്രവാചകൻ പറയുന്നത് അതേപോലെ വിശ്വസിച്ച ആളുകളാണ് ഞങ്ങൾ. പിന്നെ എന്തിന് ഇത് ഞങ്ങൾ വിശ്വസിക്കാതിരിക്കണം? സുഹൃത്തുക്കളെ, ഒന്നാമത്തെ കാര്യം ഇതാണ്. അങ്ങനെ അള്ളാഹുവിൻ്റെ പ്രവാചകനിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നൊരു ഹദീസ്, ആ ഹദീസ് അത് സ്ഥിരപ്പെട്ടു എന്ന് ബോധ്യപ്പെട്ടാൽ അതിൻ്റെ സ്ഥിരതയെക്കുറിച്ച് പഠനം നടത്താം. ഏത് സാധാരണക്കാരനും ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ടെൻഷനും ഇല്ലാത്ത ലോകത്ത് നമ്മളുള്ളത്. ആർക്കും പഠിക്കാനും സെർച്ച് ചെയ്യാനും ബോധ്യപ്പെടാനും പറ്റാവുന്നൊരു ലോകത്ത് ഒരാൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. അതുകൊണ്ട് എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താണെന്ന് പറയാൻ കഴിയില്ല. ഏതെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ അതിങ്ങനെ സംശയമായിട്ട് വെച്ച് നടക്കല്ലോ വേണ്ടത്, അത് തീർക്കണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതോ അത് സത്യമായിരിക്കും, അത് തള്ളിക്കളയാൻ പറ്റൂല. രണ്ടാമത്തെ കാര്യം, ആ പറഞ്ഞ വിഷയത്തിലുള്ള നമ്മുടെ നിലപാടുകളാണ്. അല്ലേ? ഒരാളിപ്പോൾ നേരത്തെ പറഞ്ഞ വെള്ളം കുടിക്കുക, അത് രണ്ടർത്ഥത്തിലാവും. ഒരാൾ അറിയാതെ ചെയ്യുന്നുണ്ടാവും, ഇങ്ങനെ ശീലിച്ചു വന്നൊരു അർത്ഥത്തിൽ അയാൾക്ക് ടെൻഷനൊക്കെ ഉണ്ട്, എന്നാൽ അറിയാതെ അത് ചെയ്തു പോകുന്നു. വേറൊരാളെന്താ അതിലൊന്നും വലിയ കഥയല്ല, ഇപ്പോൾ വെള്ളമാണ് വെടത്തെ കൈ കൊണ്ട് കുടിച്ചു എന്ന് വിചാരിച്ചിട്ട് ഇസ്ലാമാണ് പോവുകയാണെങ്കിൽ പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ അയാൾ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചിട്ടില്ല. രണ്ടും വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവേണ്ടെന്ന് വിചാരിക്കണം. അല്ലേ? ആ രൂപത്തിൽ ആ പ്രവാചകന്റെ ഹദീസിനെ ഒന്ന് തള്ളിക്കളഞ്ഞാലും അയാൾ പൂർണ്ണമായ നാശത്തിലാണ്. ഇമാം അബൂ ഖിലാബ റഹിമഹുല്ല അദ്ദേഹത്തിൽ നിന്ന് കാണാം, ഇദാ ഹദ്ദസ്ത റജുല ബിസ്സുന്ന ഫഖാല ദഅ വഹാത്തിൻ കിതാബല്ലാ. നിങ്ങൾ ഒരാളോട് എന്നിട്ട് പറയാ, ഇതാ ഒരു ഹദീസ് ഉണ്ട്, നീ ചെയ്യുന്നത് വിരുദ്ധമാണ്, അല്ലെങ്കിൽ നീ ഇങ്ങനെ ചെയ്യണം, ഇതിന് പ്രവാചകന്റെ വചനമുണ്ട് എന്ന് പറയുമ്പോൾ തിരിച്ചു പറയാണ്, ആ ഖുർആൻ ഉണ്ടെങ്കിൽ കൊണ്ടുവരും, ആയത്തുണ്ടെങ്കിൽ കൊണ്ടുവരും, ഹദീസ് അവിടെ വെച്ചല. അങ്ങനെ കുറേ മനുഷ്യന്മാരുണ്ട്. അല്ലേ? യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിശദീകരണമാണെന്ത്? സുന്ന. ഖുർആൻ മാത്രമായിട്ട് ഒരാൾക്ക് മുസ്ലിമായി ജീവിക്കാൻ പറ്റില്ല. ഇനി ആരെങ്കിലുമൊക്കെ അങ്ങനെ വിചാരിക്കുന്ന ഒരാളെങ്കിലും ഇതിലുണ്ടെങ്കിൽ അയാൾക്ക് വേണ്ടി മാത്രമേ പറയാം. ഖുർആൻ മാത്രമായിട്ട് ഒരാൾക്ക് മുസ്ലിമായി ജീവിക്കാൻ പറ്റില്ല. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയെന്ന് പഠിപ്പിച്ചതാരാ? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അല്ലേ? ഖുർആനിൽ മൈത്തത്ത്, ചത്തതൊക്കെ ശവമാണ്, ശവം നിങ്ങൾക്ക് ഹറാമാണെന്നാണ് ഖുർആനിൻ്റെ ഭാഷ. എന്നാൽ മത്സ്യം നമുക്ക് തിന്നാം. ഖുർആൻ മാത്രം അനുസരിച്ച് ജീവിക്കാൻ ഒരാൾ മുസ്ലിമായി ജീവിക്കാൻ തീരുമാനിച്ച അയാൾക്ക് ചത്ത മീനിനെ തിന്നാൻ പറ്റില്ല. അയാൾക്ക് എന്ത് വേണം? ജീവനോടെ പിടിച്ചിട്ട് അറുത്തിട്ട് വേണം തിന്നണമെങ്കിൽ. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിപ്പിച്ചത്. വളരെ സിമ്പിളായ രണ്ട് കാര്യം പറഞ്ഞെന്ന് മാത്രം. ഇതേപോലെ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങൾ അത് ഖുർആനിൻ്റെ വിശദീകരണമാണ്. അതെങ്ങനെയാണ് പ്രാക്ടിക്കലാക്കുക എന്ന് പ്രവാചകനെ പഠിപ്പിച്ചത്. അതാണ് ഹദീസുകൾ, അതാണ് സുന്നത്ത്. ഏതായിരുന്നാലും അങ്ങനെ ആരെങ്കിലും ഖുർആൻ കൊണ്ടുവരൂ എന്ന് പറഞ്ഞാൽ ഫഅലം, നീ മനസ്സിലാക്കിക്കോ, അന്നഹു ളാല്ലുൻ, അവൻ പിഴച്ചു പോയവൻ തന്നെയാണ് എന്നതാണ്. അവസാനിപ്പിക്കുമ്പോൾ സുഹൃത്തുക്കളെ, ചുരുക്കത്തിൽ സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഹുവ ത്വരീഖുൻ നജാത്ത് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അതാണ് രക്ഷയുടെ വഴി. മഹാനായ സഹൽ ഇബ്നു അബ്ദുല്ലാ റഹിമഹുല്ല തബഈ പണ്ഡിതനാണ്. അദ്ദേഹം പറയുന്നത് കാണാം, മസലു സുന്നത്തി ഫിദ് ദുനിയ കമസലിൽ ജന്നത്തി ഫിൽ ആഖിറ. ആഖിറത്തിൽ ഒരാൾ സ്വർഗത്തിലെത്തിയതുപോലെയാണ് ദുനിയാവിൽ സുന്നത്തിൻ്റെ അത് ജീവിതത്തിൽ കൊണ്ടുവരുന്നൊരു മനുഷ്യൻ അതിൽ പ്രവേശിച്ചാൽ, സുന്നത്തിൽ പ്രവേശിച്ചാൽ, ദഖല മൻ ദഖലൽ ജന്ന ഫിൽ ആഖിറ സലിമ, പരലോകത്തെ ഒരാൾ സ്വർഗത്തിൽ പ്രവേശിച്ചാൽ രക്ഷപ്പെട്ടു. വമൻ ദഖല സുന്നത്ത ഫിദ് ദുനിയ സലിമ,
ദുനിയാവിൽ ഒരാൾ സുന്നത്തിൽ പ്രവേശിച്ചാൽ അയാളും രക്ഷപ്പെട്ടു. ഇമാം മാലിക് ഇബ്നു അനസ് റഹ്മഹുല്ല, ഇമാം മാലിക് അദ്ദേഹം പറയുന്നത് അസ്സുന്നത്തു സഫീനത്തു നൂഹ്. സുന്നത്ത് പറഞ്ഞാൽ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കപ്പലാണ്. മൻ റഖിബഹാ നജാ, ആരാണോ അതിൽ കയറിയത് അവൻ രക്ഷപ്പെട്ടു. വമൻ തഖല്ലഫ അൻഹാ ഗരിഖ, ആരാണോ അതിൽ നിന്ന് ഇറങ്ങിയത് അവൻ പരാജയപ്പെടുകയും ചെയ്തു, അവൻ മുങ്ങി മരിച്ചു. ആ കപ്പലിൽ കയറാത്ത ആളുകൾ സ്വാഭാവികമായിട്ടും മുങ്ങി മരിക്കും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, എന്താണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തിലൊക്കെ ഉള്ളത്? ഞാൻ തുടക്കത്തിൽ പറഞ്ഞ എടുത്താൽ കൂലിയുള്ളതും ഉപേക്ഷിച്ചാൽ ശിക്ഷയുള്ളതും സുന്നത്ത്, അത് ഷാഫി മദ്ഹബിലെ ചില പണ്ഡിതന്മാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഹുക്കുമ് പറയുന്നിടത്ത്. അത് കേരളത്തിലെ മനുഷ്യർക്ക് മാത്രമുള്ള ഒരു അറിവാണ്. അവിടെയുള്ള ആളുകളാണ് ഭൂരിപക്ഷം ഇങ്ങനെ ഉപയോഗിക്കുള്ളത്, സുന്നത്ത് നമസ്കാരം, സുന്നത്ത് നോമ്പ്. ഇത് അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചെന്താ വെച്ചാൽ പ്രവാചകന്റെ ചര്യ മൊത്തം അങ്ങനെയാണെന്നാണ്. എടുത്താൽ കൂലിയുണ്ട്, ഉപേക്ഷിച്ച ശിക്ഷയല്ല. അങ്ങനെയല്ല. മുഹമ്മദ് റസൂലുള്ള എന്നത് അഷ്ഹദു, ഞാനതിന് സാക്ഷിയാണ്. എൻ്റെ വേഷം, എൻ്റെ രൂപം, എൻ്റെ സംസാരം, എൻ്റെ ഇടപെടലുകൾ, അവിടെയൊക്കെ എന്ത് വേണം? സുന്നത്ത്. പ്രത്യേകിച്ച് മതത്തിൻ്റെ ആരാധനാകർമ്മങ്ങൾ, തീർച്ചയായിട്ടും വിശ്വാസ ആരാധന അനുഷ്ഠാനങ്ങൾ മതവുമായി ബന്ധപ്പെട്ടത് അങ്ങനെ തന്നെ വേണം, അതിലൊരു സംശയമല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സല്ലു കമാ റഅയ്തുമുനി ഉസല്ലി, എങ്ങനെയാണോ ഞാൻ നിസ്കരിച്ചത് അങ്ങനെ തന്നെ നിങ്ങൾ നിസ്കരിക്കണം. അതാണ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. അത് പറയുന്ന ഒരാൾ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരം അവിടെ കൃത്യമായിട്ടുണ്ട്, അതേപോലെ തന്നെ ചെയ്യണം. അതോടൊപ്പം തന്നെ പ്രവാചകന്റെ സുന്നത്ത് ആരാണോ പ്രചരിപ്പിക്കുന്നത്, മൻ നല്ലറല്ലാഹു റഅസമി അമിന്ന ഹദീസൻ ഫഹഫിളഹു ഹത്താ യുബല്ലിഹു ഫറുബ്ബ ഹാമിൽ ഫിഖ്ഹി ഇലാ മൻ ഹുവ അഫ്ഖഹു മിൻഹു വറുബ്ബ ഹാമിൽ ഫിഖ്ഹി ലൈസ ബി ഫഖീഹിൻ. പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അവർക്ക് അള്ളാഹുവിൻ്റെ പ്രകാശം ഉണ്ടാവട്ടെ. പ്രവാചകന്റെ സുന്നത്ത് ഇങ്ങനെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത് പ്രചരിപ്പിക്കുന്ന മനുഷ്യർക്ക് അള്ളാഹുവിൻ്റെ പ്രകാശം ഉണ്ടാവട്ടെ. എന്നിട്ട് ഒന്നുകൂടി പറഞ്ഞു, ഒരു പക്ഷേ നിങ്ങളൊരാൾക്കൊരു സുന്നത്ത് എന്നിൽ നിന്ന് പറഞ്ഞു കൊടുത്താൽ നിങ്ങൾ ചെയ്യുന്നതിനേക്കാൾ ഉഷാറായിട്ട് എന്താക്കും? ആ പറഞ്ഞു കൊടുക്കപ്പെട്ട മനുഷ്യൻ ചെയ്യും. അതിൻ്റെ പുണ്യവും നിങ്ങൾക്ക് കിട്ടും.